ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിതാ മുന്നിൽ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചൻ്റെ ഇന്നലെയൊക്കെ ക്ലീൻ ചെയ്ത് കിടന്നതുകൊണ്ട് തന്നെ രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ് കേട്ടോ. ആ പാത്രങ്ങളൊക്കെ പരിപാടിക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കഴുകി വെക്കുന്നതാണ്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതിലപ്പുറം ഇതാ ഇവിടെ കുറച്ച് തുണികൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി മടക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കാൻ എനിക്കൊരു ചെറിയൊരു മടി. അപ്പോൾ ഇനി അവിടെ വെച്ച് പോയത്, അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കുറച്ച് പണി കിട്ടി. ഇനിയിപ്പോൾ അത് എടുത്ത് വെക്കണം. എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചാൽ പിന്നെ നമുക്കത് പിറ്റേന്നൊക്കെ പണിയാവുമല്ലോ അല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇന്നലെ രാത്രി നല്ല വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടന്നപ്പോൾ. ഐറൂസ് ഇങ്ങോട്ട് ഉറങ്ങാൻ കൂട്ടൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. 11 മണിയായിട്ടും ഉറങ്ങാൻ ഭയങ്കര മടി. അപ്പോൾ ഓന് ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ മടക്കി വെക്കുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് പിന്നെ രാവിലെ എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പോയിക്കാണ്ടാണ് കിടന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വേഗം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ നിന്നു. ഇതുമുന്ന് സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ എക്സാം ആണ്. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. യൂണിഫോം മാറ്റാനും ഉള്ള പരിപാടിയിലാണ്. ഞാൻ പെട്ടെന്ന് നമ്മൾ ഈ ഒരു സീതോഷൻ ഉണ്ടാക്കി. ഇതുമൂന്ന് ഈ തൊണ്ടക്ക് സുഖമില്ലാത്തതുകൊണ്ടും പനീൻ്റെ ഒരു ചെറിയൊരു അസ്ക്യതൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതാണ് എനിക്ക് കറിയൊന്നും വേണ്ട വെച്ചാൽ എനിക്ക് അപ്പം മാത്രം മതി. ചൂടുള്ള അപ്പം തിന്നാനും ചൂടുള്ള കട്ടൻ ചായ കുടിക്കാനൊക്കെയാണ് ഓക്ക് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഓക്ക് 2 അപ്പം അങ്ങോട്ട് ചുട്ട് കൊടുത്തു. കറി പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതി വേഗം ഓൾത് അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ചുട്ടിട്ട് ഓക്ക് പ്ലേറ്റിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓള് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ പാത്രത്തിലേക്ക് ചൂടാന്ന് ഇട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ഓക്കുള്ളത് അങ്ങോട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദോശ അവൾക്ക് ഇട്ട് കൊടുത്ത് അടുത്തത് നമ്മൾ പാർന്നിട്ടുണ്ട്. ഇനി കുറച്ച് മീൻകറി ഇന്നലെ നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ രാത്രി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മതി അതിൻ്റെ ഹസ്ബൻഡിന്. പിന്നെ അപ്പോൾ ഇവർക്ക് പിന്നെ മീൻകറി എന്താ അറിയില്ല, ഇപ്പോൾ ഈ പനി ഉള്ളതുകൊണ്ടൊന്ന് അല്ലെങ്കിൽ മീൻകറിൻ്റെ ഒക്കെ ആളായിരുന്നു കേട്ടോ. ഇതുമുന്നേ ഈ മീൻകറിയൊക്കെ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ മീൻകറിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പറ്റണില്ല. ഈ സുഖമില്ലായിട്ടും എന്താ അറിയില്ല. അപ്പോൾ ഓള് ഞാൻ ചോദിച്ചു പഞ്ചസാര വേണോ ചോദിച്ചാൽ വേണ്ടാന്നാണ് ഓളാ പറഞ്ഞ് തലയാട്ടുന്നത്. ഒന്നും വേണ്ടാന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ചൂട് കൊടുക്കും ഇങ്ങനെ അപ്പം ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ വേഗം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ കുറിച്ച് മാങ്ങ കണ്ടോ? ഇത് നമ്മൾ അയലക്കത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നല്ല കോമാങ്ങയാണ്, അടിപൊളി മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം അച്ചാറിടണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. ഏതായാലും അച്ചാറിടാൻ 2 മാറ്റി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് അച്ചാറിട്ടാൽ മതി അല്ലേ? അപ്പോൾ അതവിടെ കണ്ടപ്പം രാവിലെ തന്നെ നമുക്ക് ഇന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ നേരെ ഇപ്പുറ ഭാഗത്തുള്ള 2ാമത്തെ വീട് അവിടെയാണ് കേട്ടോ. നല്ല അവിടെയൊക്കെ മൂച്ചിൻ്റെ നല്ല മാങ്ങ അങ്ങനെ തൂങ്ങി കിടക്കണമുണ്ട്. നമ്മുടെ മുറ്റത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂച്ചി. പക്ഷേ അത് വീടിൻ്റെ മുകൾക്ക് എടുക്കുന്ന ആ സമയത്ത് പിന്നെ കട്ട് ചെയ്യേണ്ടി വന്നു, മുറിച്ച് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയായിരുന്നു ആ മൂച്ചി നിന്നുണ്ടായിരുന്നത്. പരമൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് അപ്പോൾ താഴെ നിലയിൽ നിന്ന് മുകൾ നിലയ്ക്ക് നമ്മൾ വാർക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ സീസൺ മാങ്ങൻ്റെ സീസൺ വരുമ്പോഴും ഞാനത് പറയാത്തൊരു സീസൺ വരാറേ ഇല്ല കേട്ടോ. അത് കാരണം ആ മാങ്ങ ഭയങ്കര കോമാങ്ങ എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ ഇങ്ങനെയും കിട്ടൂലല്ലോ, നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ അത് എല്ലാ സീസൺ വരുമ്പോഴും ഞാൻ അതിനെപ്പറ്റി പറയാതെ പോവാറില്ല. അപ്പോൾ അതാ അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വേഗം മരുന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മരുന്ന് എടുത്തെടുക്കുന്ന നേരം അവൾ നിങ്ങളോട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെയാണ് നോക്കുള്ളത് കേട്ടോ. പിന്നെ നോക്കും ഇന്ന് പനി കുറവുള്ളതുകൊണ്ട് ഈ കഫക്കെട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളെ ഡോളോൻ്റെ പകുതി കൊടുത്തു കേട്ടോ. 500 ഡോളോ 500 ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പനിയൊന്നും ഇല്ലാത്തതല്ലേ, വെറുതെ 500 ഫുള്ളായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പകുതി ആക്കിയിട്ട് കൊടുത്തു. അങ്ങനെ മരുന്നൊക്കെ കുടിച്ചിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മൊക്കനൊക്കെ ഇട്ട് മൊക്കന സെറ്റിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അപ്പം ചുട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ പെട്ടെന്നുള്ള ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും നമ്മൾ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇരിക്കണമല്ലേ. അപ്പോൾ ഓളെ ഫ്രണ്ട് വന്നിട്ടോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പോവാൻ വെച്ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വാതിൽ തുറന്നു കൊടുക്കാനാണ്. അപ്പോൾ അതിനോട് ഫ്രണ്ട് അവിടെ നിന്ന് ഇതുമോ വിളിക്കുന്നുണ്ട്. ഇതുമോനോട് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓളാണെങ്കിൽ മൈൻഡ് ചെയ്യണമില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ വേഗം പോയിട്ട് വാതിൽ തുറന്നു കൊടുത്തു. ഞാനാണ് അപ്പം ചുടുന്നതുകൊണ്ടേ പിന്നെ തീ കുറച്ച് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് വെച്ചുകൊണ്ടാണ് അവളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ കണ്ടോ, അവിടെ ഉള്ള ഫ്രണ്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ നല്ല ശ്രദ്ധിക്കേണ്ടി, ക്വസ്റ്റ്യനൊക്കെ നോക്കി വായിച്ച് എഴുതിക്കൊണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുസ്തകം തുറന്നു നോക്കണ പരിപാടി കലാപരിപാടിയൊന്നും നോക്കില്ല. എന്നാലും ഒരു കുറച്ച് നേരമൊക്കെ നമുക്ക് പഠിച്ചിരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ പഠിക്കണതോടെ തലയിൽ നിൽക്കും, അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങും. പക്ഷെ ഇരിക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ ഇതുമോന്. ഏതായാലും ഇന്ന് പിന്നെ ഇതാണ് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ അതും എടുത്ത് പോകുന്നുണ്ട്. അവൾ പോയി. പിന്നെ ഞാനൊന്ന് എന്താ പറയുക തീ കുറച്ച് വെച്ചാൽ അപ്പത്തിൻ്റെ പിന്നെ ചട്ടിക്കുള്ള തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങാൻ ഒരു ത്വര. പിന്നെ അവിടെ കുറേ ചെരുപ്പുണ്ട്, അത് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇതുമൂന്നുള്ള ഒരു പരിപാടിയാണ്. ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോൾ ഓരോരോ ചെരുപ്പ് അവിടുന്ന് പഴയ ചെരുപ്പുകളൊക്കെ നമ്മൾ കോണീൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല, അവിടെ നിന്ന് അതെടുത്തിട്ട് ഇറങ്ങി പോകുന്നിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ പിന്നെ വേറെ ചെരുപ്പ് എടുക്കും. അങ്ങനെ
എപ്പോഴും പുറത്ത് ചെരുപ്പ് അട്ടിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് പിന്നെ മുറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറിയതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കിച്ചൺ രാവിലെ തന്നെ ഈ കിച്ചണിൽ കയറുന്നത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതിന് സത്യം പറഞ്ഞാൽ വേഗം ഒന്നൊന്ന് പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഒരു റിലാക്സ് ചെയ്തിട്ടൊക്കെ കിച്ചണിൽ കയറണതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് അങ്ങനെയൊക്കെ നടന്നുകൂടെ. എന്നാൽ എണീക്കാനും മടിയാണ്. കുറച്ചൊന്ന് ഉറങ്ങുന്ന കൂട്ടത്തിലാണ് ഞാൻ. രാത്രി കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലും രാത്രി എനിക്ക് എത്ര ലേറ്റ് ആയാലും വലിയ പ്രശ്നം തോന്നാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഐറൂസിനെ നോക്കിയിട്ടാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സിനിമ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു 11 മണി 12 1 മണിയൊക്കെ ആവും. അതെനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ രാവിലെ എണീക്കുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലർ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കും, ചിലർ കുറച്ച് വൈകി എഴുന്നേൽക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടു, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 1-2 വീഡിയോസിൽ ഇങ്ങനെ കണ്ടു. കിടന്ന് എണീക്കാൻ ഭയങ്കര മടിയാണ്, മക്കൾക്ക് സ്കൂളിലുകൊണ്ട് മാത്രം എണീക്കുകയാണ്, ഞാൻ സ്കൂൾ പൂട്ടാകുമ്പോൾ സുഖമാണല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം, ഞാൻ മാത്രമല്ലല്ലോ എന്ന്. പക്ഷേ ഞാനിങ്ങനെ ശ്രമിക്കാറുണ്ട് ഒന്ന് നേരത്തെ എണീറ്റ്, പിന്നെ കുറച്ചും കൂടി നേരത്തെ എണീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ മുകൾക്ക് കയറാമല്ലോ. അപ്പോൾ നോമ്പായപ്പോൾ എനിക്ക് സുഖമായിരുന്നു കേട്ടോ. നോമ്പ് നമ്മൾ എന്തായാലും പെൽച്ചൊക്കെ എണീറ്റിട്ട് പിന്നെ മുകളിൽ പോയി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഇതിന് സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊന്നും കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ പിന്നെ ഒക്കെ ഒന്ന് ഓയിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിക്ക് ഒഴിച്ച് വെച്ചു. അപ്പൊക്കെ ചൂടുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർത്തു കേട്ടോ. പിന്നെ വെള്ളം ചൂടാക്കി, വെള്ളം ഇപ്പോഴാണ് കുടിക്കുന്നത്. ഓളങ്ങോട്ട് പറഞ്ഞേക്കട്ടെ എന്ന് കരുതി. കാരണം ഞാൻ 9:30 പോകാനുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് സെറ്റായി വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അപ്പം ചുട്ട് പറഞ്ഞേക്കാനുള്ള നേരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഞാൻ വെള്ളം കുടിച്ചിങ്ങനെ നിന്നപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. മുമ്പൊരു സ്കൂൾ ബസ്സിന് പോയതാണ്. ഇതുമുനും എൻ്റെ ഹസ്ബൻഡിനും ഒരേ മാറ്റാണ്, സ്കൂളിലുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും. അപ്പം ഇവർ സ്കൂൾ ബസ് കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ പോയത് ഇന്ന് കുറച്ച് 10 ആയിട്ടുണ്ട് എത്തിയപ്പോൾ. അതെന്താ വെച്ചാൽ സ്കൂൾ ബസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാറിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ പോയിട്ട് പണി നടക്കുന്നുണ്ടോ എന്ന് നോക്കി കാറിനെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. കാരണം മൂപ്പർക്ക് എന്താ പറയുക, കാറിനോടൊക്കെ ഭയങ്കര അത്രയും വൃത്തിയിൽ കൊണ്ടെടുക്കണതാണ് കേട്ടോ. എല്ലാവരും പറയും ചെയ്യും. കാരണം 13 വയസ്സാണ് കാറിന്. 1 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ വണ്ടി വാങ്ങിയത്. അപ്പോൾ അത് ഇപ്പോഴും പുതിയ വണ്ടീൻ്റെ മാതിരിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, എപ്പോഴും കഴുകി തടിച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ തട്ടിക്കുട്ടി എപ്പോഴും വൃത്തിയിലേ കൊണ്ടെടുക്കുള്ളൂ. കുട്ടികളെ നോക്കണ പോലെ ഞങ്ങൾ നോക്കുന്നതൊക്കെ കുട്ടികൾ അത്ര നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും കളിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. പിന്നെ മുറ്റത്തെ വണ്ടിയിലായിട്ട് ഞങ്ങൾക്ക് തന്നെ ഉണ്ട് ചെറിയൊരു ഇടങ്ങേറും കാര്യമൊക്കെ. അപ്പോൾ പിന്നെ മൂപ്പർക്ക് എന്തായാലും ഭയങ്കര ഇടങ്ങേറുണ്ടാവും എന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ വണ്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, 2 ദിവസം നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അതോടെ വാതിലിൻ്റെ തട്ടും മുട്ടൊക്കെ കേട്ടപ്പോൾ വാതിൽ തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഓന് തുറന്നിങ്ങോട്ട് പോരാൻ കഴിയൂല. പിന്നെ എന്താ പറയുക, നമ്മൾ ആരെങ്കിലും തുറന്നു കൊടുക്കണം. ഓൻ അവിടെ നിന്ന് ഇങ്ങനെ മുട്ടും. അപ്പോൾ മോള് പെയ്ക്കോ എന്ന് പറഞ്ഞ് കട്ടിൽമെന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചാലും ഒരു വാതിലിങ്ങോട്ട് തുറന്ന് പുറത്തേക്കായിട്ട് ചാടാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നിട്ടതാ വന്ന് അവനാണെങ്കിൽ ചായ കുടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല കട്ടൻ ചായ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്ക് വലിച്ചങ്ങോട്ട് കുടിച്ചു കിട്ടുക. കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു, മൂപ്പര് കുടിച്ചുകൊണ്ടൊക്കെ അല്ലേന്നോ. അപ്പോൾ കുറച്ച് ചൂടാറിയതുകൊണ്ട് തന്നെ ഓൻ അത് പാകത്ത് ചൂടായിരുന്നു. അത് ഫുള്ള് അങ്ങോട്ട് ഇരുന്ന് കുടിച്ചു കിട്ടും. അവന് ചായ നൈസ ശരിക്കും ഇങ്ങനെ എണീറ്റ് വന്നാൽ ഞാൻ ആദ്യം പാലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ കട്ടൻ ചായ കണ്ടപ്പോൾ ചോദിച്ചു. പിന്നെ അത് തടയണ്ടല്ലോ കുടിച്ചോട്ടെ എന്ന് കരുതി പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പാലുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അവനത് അവിടെ ഇരുന്ന് അങ്ങോട്ട് ചായ കുടിക്കുന്നുണ്ട്. എന്താ ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതും ഞാൻ വന്നേക്കനത് ആ ടാബൊക്കെ ഇട്ട് അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടാബ് ഇടല്. അതിട്ടിട്ട് പിന്നെ മാമു എന്ന് പറയും. അപ്പോഴാണ് ഈ മാമു കൊണ്ടേ കൊടുക്കല് കേട്ടോ. ഇന്നിപ്പോൾ അപ്പമൊക്കെ ആയതുകൊണ്ട് അവന് പിന്നെ ഈ സീദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് അപ്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുട്ട് എന്താ പത്തി അതൊക്കെയാണ് പിന്നെയും മടി. ഈ പിന്നെ ദോശ നമ്മൾ മാവ് അരച്ച് വെച്ച് ദോശയും നെയ്യൊക്കെ ആക്കി കൊടുത്താൽ ഐറൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലോണം കഴിക്കും. അപ്പോൾ ഈ അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനത് കൊണ്ടുകൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പു തരണമെന്നുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ഉമ്മ തരണം, ഞാൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് ഉമ്മ ചോദിക്കലാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഉമ്മ കിട്ടൂല. അപ്പോൾ ഞാനിതാ അപ്പു തരാം ചായ തരാം എന്നൊക്കെ പറയുമ്പോൾ ഓൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് തരും. അപ്പോൾ എനിക്ക് ഉമ്മ തരുന്ന കണ്ടപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പച്ചിക്കും കൊണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഓടിപ്പോയിട്ട് മൂപ്പർക്കും കൊടുക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ കഴുത്ത് കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരും കേട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും അവിടെ ടേബിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പിന്നെ അപ്പം ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് മോളത് വാരി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ മൂപ്പര്
11-11:30 ആയപ്പോൾ വീണ്ടും സ്കൂൾ ബസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ വിടുമല്ലോ. അപ്പോൾ 11:30 ആയപ്പോൾ മൂപ്പര് പോയിട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഇനി 2 മണിയാകുമ്പോൾ വരും. പിന്നെ ഉച്ചയ്ക്ക് 3-3:30 വീണ്ടും പോകണം. അപ്പോൾ ഓളാണെങ്കിൽ മോള് കുളിക്കണം ചൂടെടുത്തിട്ട് വയ്യ കുളിക്കണം എന്നങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ കട്ടൻ ചായ ഒരു പാൽ കൊടുത്തിട്ടില്ലല്ലോ, കട്ടൻ ചായ ലൈറൂസ് കുടിച്ചത്. അപ്പോൾ പിന്നെ വേഗം അവന് പാലുണ്ടാക്കാൻ വന്നു. അപ്പോൾ മോളിനോട് പറഞ്ഞു വേഗം കുളിക്കുകയാണെങ്കിൽ വേഗം കുളിക്കാൻ നോക്കിക്കോ, ഞാൻ ലൈറൂസിനെ നോക്കിക്കോളാം, കുളിച്ച് ഫ്രഷ് ആയിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ വൈകുന്നേരം ആക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ലൈറൂസിന് പാലുണ്ടാക്കി 2-3 സ്പൂൺ പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പാലുണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ അത് ഉണ്ടാക്കുന്നത് കാണുന്നതും ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണ് പൊടി പിന്നെ വായിലേക്ക് ഇട്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വില പരിപാടിയാണ് എൻ്റെ കുട്ടമണിക്ക്. അപ്പോൾ ഓനത് അങ്ങനെയൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ വായിലൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് ഒരു ഭയങ്കര. അതേപോലെ പഞ്ചസാര ഒക്കെ വഞ്ച എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിലിട്ട് കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിത് ആ പാലുണ്ടാക്കി, അല്ല ഓനാണെങ്കിൽ പാല് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദാഹമാണ്, എനിക്ക് തോന്നി ഇപ്പോൾ ചൂടുകൊണ്ടേ ഭയങ്കര ദാഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ പാലധികം ഇറക്കി വെക്കട്ടെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് ചൂടാറി. പാലങ്ങനെ പെട്ടെന്ന് ചൂടാറ്റാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അർജൻറ്റ് സമയത്തൊക്കെ നമ്മൾ പാത്രത്തിൽ വെച്ച് ചൂടാക്കി എടുക്കുക, അല്ലാതെ വേറെ എന്താ ചെയ്യുക. എൻ്റെ ഒക്കത്ത് കിടന്നിട്ട് ഇങ്ങനെ പിടക്കുന്നുണ്ട് കേട്ടോ, പാല് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം അത് വെച്ചിട്ട് അങ്ങനെ ചൂടാറ്റി എടുത്തു ഓനത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നോക്കി പൂച്ച മിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് വാതിൽ തുറന്ന് കാണിച്ചു കൊടുത്താൽ ഓൻ കുടിച്ചോളും കരുതിയിട്ട് വാതിൽ തുറന്നു. പുറത്തേക്ക് ഇറങ്ങരുത് ഇട്ടോ, വാതിൽ തുറന്നാണ്ടോ അങ്ങോട്ട് പോകണം എന്നാണ് ഇങ്ങനെ കരയണം. അപ്പം പിന്നെ വാതിൽ തുറന്നു തന്നാൽ പുറത്തേക്ക് പോകരുത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ പറ്റിച്ചു. ഓനെ വാതിൽ തുറന്ന പാടെ പുറത്തേക്ക് ഇറങ്ങി പാഞ്ഞു. പിന്നെ അവിടുന്ന് പിടിച്ച് കൊണ്ടുവന്ന് ഒരുവിധ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി. അതിന് ശേഷമാണ് ഞങ്ങളൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനും മോളും ചായ കുടിക്കപ്പെട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഓൾ എണീറ്റ് വന്ന് ഓളെ പിന്നെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ചായ കുടിക്കാറ്. അതുവരെ ഫുഡ് കഴിക്കണ്ടല്ലോ, അത്രയും നേരം ഇങ്ങനെ എന്താ പറയുക ഒന്ന് വയറ് ഒഴിഞ്ഞ് നിന്നോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അങ്ങനെ ഫുഡിൻ്റെ ആവശ്യമൊന്നും തോന്നാറുമില്ല കേട്ടോ. അപ്പം കുറച്ചൊരു നേരം വൈകിയാലും പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതും വന്നത് കേട്ടോ. ഇതും വന്ന് പിന്നെ രണ്ടാളും കൂടി കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതുമ്മൂനെ അങ്ങോട്ട് കണ്ടാലേ ഓൻ്റെ ശരിക്കുള്ള സ്വഭാവം കണ്ട് പുറത്തേക്ക് വരുള്ളൂ. ഭയങ്കര കാര്യമാണ് ഇതുമ്മൂനെ കണ്ടോ. ഇതുമ്മ വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങളെയൊക്കെ വടിയെടുത്ത് അടിക്കലും ഒക്കെ തുടങ്ങി. പിന്നെ ഓന് അവിടെ ആളുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇതാ മോള് പിന്നെ എന്താ പറയുക നല്ല പപ്പായ ഇവിടെ പുറത്തുണ്ടായിരുന്നു, നല്ല പഴുത്ത് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ പറഞ്ഞു അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിക്ക് വെക്കാൻ, നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ തിന്നാലോ എന്ന് പറഞ്ഞിട്ട് ഓൾ അതൊക്കെ ഇങ്ങനെ അവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, നമ്മൾ പെരുന്നാൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാറ്റി വെച്ചതിൻ്റെ എല്ലും എന്താ പറയുക ലിവർ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാം, ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു ദിവസം പിന്നെ നെയ്ച്ചോറാണെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം, ഗീ റൈസ് ഉണ്ടാക്കണം. പിറ്റേ ദിവസം നെയ്ച്ചോറുണ്ടാക്കാം. കാരണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് മൂപ്പർക്ക് സാധാരണ നോർമൽ ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ മൂപ്പര് അറിയും വെറുംചോറ് ഉണ്ടാക്കിയാൽ മതി, നെയ്ച്ചോറ് ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയട്ടോ. പക്ഷേ ഇതുമുന്നാണെങ്കിൽ നെയ്ച്ചോറ് തീരെ വെറുംചോറ് തീരെ ഇഷ്ടമില്ല. അവളാണെങ്കിൽ നെയ്ച്ചോറ് വേണമെന്നും പറയും. അപ്പോൾ ഞാൻ രണ്ടാൾക്കും കൂടി പറഞ്ഞതാണ് ഒരു ദിവസം നെയ്ച്ചോറ് ഉണ്ടാക്കും, ഒരു ദിവസം വെറുംചോറ് ഉണ്ടാക്കും. അങ്ങനെ അവർ രണ്ടാളും കച്ചറ കൂടരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെയാണ് തൊലിക്കുന്നത്. ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, ഇനിയിപ്പോൾ ഒന്നൊക്കെ ഉണ്ടാക്കണുള്ളൂ. നേരം പറ്റായി. ഇപ്പോൾ തന്നെ സമയം 12-12:15 ആയിട്ടുണ്ട്. ഇതുമ്പോൾ വന്നപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അധികം തൊലിച്ചിക്കാനും ചതക്കാനും എന്തിനും നേരമില്ലാന്ന് കരുതിയിട്ട് ഇന്നൊക്കെ ഉള്ള മാത്രമേ ഞാൻ കുറച്ചൊന്ന് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചു. അപ്പോൾ പിന്നെ ഒരു അടുപ്പത്ത് നമ്മൾ ഗീ റൈസിനുള്ളതാണ് അവിടെ കുക്കർ വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഗീ റൈസ് പിന്നെ എന്താ പറയുക നല്ല നെയ്യും സൺഫ്ലവർ ഓയിലും ആക്കിയിട്ട് ആണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണം. മോളൂനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ആ പാത്രത്തിൻ്റെ മൂടി എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മൂടി എടുത്തുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ തണുത്ത് കഴിക്കണതാണ് ഇഷ്ടം. നല്ല തണുക്കണം. നമ്മൾ പുറത്ത് വെച്ച് എനിക്കാണെങ്കിൽ തണുപ്പ് തട്ടുമ്പോൾ ഈ ഒരു ടോൺസസ് ഉള്ളതുകൊണ്ട് തൊണ്ട തട്ടി അപ്പം സൗണ്ട് പോവും. ഞാനാണെങ്കിൽ തണുത്ത് കഴിക്കാതെ കൂക്കാണെങ്കിൽ നല്ല തണുത്ത
തണുത്തത് കിട്ടണം, നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ അത്തക്കയാണെങ്കിലും പപ്പായ ആണെങ്കിലും ഒക്കെ ഓളത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് കഴിക്കാൻ തോന്നുന്നതിന് കുറച്ച് തിന്നാന്ന് വിചാരിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് ഞാൻ പുറത്തേക്ക് വെക്കും. ഒരു 5-6 കഷ്ണം എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് വെച്ചാണ്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി. സൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വോയിസ് എടുക്കലും കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ തണുപ്പ് പോയിട്ട് അങ്ങനെ കഴിക്കും. പിന്നെ ഇതാ അവിടെ കുക്കർ നമ്മൾ ചോറ് സെറ്റായി. പിന്നെ ചിക്കൻ കറിക്കുള്ള പരിപാടികളൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മളെ മാങ്ങ ചമ്മന്തി അത് ഉണ്ടാക്കണ്ടേ. ഞാൻ രാവിലെ കൊണ്ടേ വെച്ച മാങ്ങ അവിടെ ഉണ്ടല്ലോ, നമുക്ക് അച്ചാർ ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് അച്ചാർ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഒന്നും സമയം കിട്ടാത്ത തുണിയാണ്. ഏതായാലും പെട്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. ഇതാ കുറച്ച് തേങ്ങ നമ്മൾ എന്താ പറയുക പെരുന്നാക്കൊക്കെ ചിരണ്ടി വെച്ച തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിരണ്ടി വെച്ചതായിരുന്നു. പക്ഷേ പിറ്റേന്ന് മറന്നിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ അതേപോലെ നല്ല കൈയൊന്നും തൊടാത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കുറച്ച് എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ വേണ്ടത് മാങ്ങൻ്റെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വേഗത മാങ്ങ കട്ട് ചെയ്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ച് റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് മോളൂനൊരു യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതിലോ കണ്ടതാണ്. എന്താണ് ക്യാരറ്റും സോയാബീനും ഉള്ളിയും തക്കാളിയൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് ഒരു സലാഡ് പോലെ എന്തോ ഒരു സാധനം ഉണ്ടാക്കണേ ഞാൻ കണ്ടിന്. ഇമ്മച്ചമ്മക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നാണ്. അപ്പോൾ സോയാബീൻ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുവച്ചു. പിന്നെ ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനും ഇടണം അതിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി നോക്ക് നമുക്ക് തിന്നാലോ എന്നൊക്കെ പറഞ്ഞ് അത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അതവിടെ ഉണ്ടോ എന്താ പറയുക ക്യാരറ്റൊക്കെ അങ്ങനെ ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഞാൻ പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ്. ഞാൻ ഇങ്ങനെ ചമ്മന്തി കഴിക്കാൻ ഭയങ്കര മാങ്ങ കണ്ടപ്പോൾ മുതൽ ചമ്മന്തി തിന്നാൻ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ മോളി ഞങ്ങൾ കളിയാക്കുന്നുണ്ടോ ഞങ്ങളെ പിന്നെ പിരാന്താണ് ഇമ്മച്ചിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതും ആണെങ്കിലോ മാങ്ങ കണ്ടപ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പിരുമ്പല്ലേ എന്നും പറയല്ലേ. ഏതായാലും ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി, മോള് സലാഡും ഉണ്ടാക്കി. പിന്നെ വേഗം ഒരു 2 മണിയായപ്പോക്കിന് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വിശന്നാണ് വന്ന പാടെ ആ കൈയൊക്കെ കഴുകി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം കൊണ്ടുപോയി വെച്ച് കൊടുത്തു. പിന്നെ ഇതാ മാങ്ങ ചമ്മന്തിയാണ് പറയുമ്പോൾ അതും കൊണ്ടുപോയി വെച്ചെടുത്തു. ഇതാ ചിക്കൻ കറി കൊണ്ടുപോയി വെച്ചു. പിന്നെ ഈ ഒരു പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഐറൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പാത്രം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് ഇതാ മീൻകറിയാണ് കേട്ടോ ഒഴിക്കണത്. രാവിലത്തെ മീൻകറി അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ അപ്പത്തേക്ക് എടുത്ത് വെച്ചാൽ. അപ്പോൾ മൂപ്പര് മീൻകറിയാണ് ഒഴിച്ച് കഴിക്കുന്നത്. ചിക്കൻ കറീനേക്കാണ് ഇഷ്ടം മീൻകറിയാണ് കേട്ടോ. എന്തായാലും ചമ്മന്തിയും ഇതൊക്കെ കൂട്ടി ഇതും ഓടി വന്നിട്ടുണ്ട്. ഓളും ഒക്കെ ഇരുന്ന് ഒരുമിച്ച് ഓളും സ്കൂളിൽ വന്നതുകൊണ്ട് ക്ഷീണവും ഇതൊക്കെ ഓക്കും ഉണ്ട് കേട്ടോ. ഏതായാലും രണ്ടാളും കൂടി അങ്ങനെ കഴിക്കേണ്ട. ഒരു കഴിച്ചതിന് ശേഷമാണ് ഞാനും മോളും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് ഒരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.